പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇന്ന് ദിവസം 301. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: 2 മക്കബായർ അധ്യായം 4, പ്രഭാഷകൻ അധ്യായം 47, 48, 49, സുഭാഷിതങ്ങൾ അധ്യായം 24, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 മക്കബായർ അധ്യായം 4. ഓനിയാസിനെതിരെ ആരോപണങ്ങൾ. പിതൃദേശത്തിൻ്റെ ധനത്തെക്കുറിച്ച് ഹെലിയോദോറസിനെ അറിയിച്ച് അവനെ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങളുടെ കാരണക്കാരനാക്കി തീർത്തവൻ ഓനിയാസ് തന്നെ ആയിരിക്കണമെന്ന് മേൽപ്പറഞ്ഞ ശിമെയോൻ ആരോപിച്ചു തുടങ്ങി. നഗരത്തിൻ്റെ ഉപകാരിയും സ്വജനത്തിൻ്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീക്ഷ്ണമതിയുമായ അവനെ പൊതുനന്മ നിഷേധകനെന്ന് വിളിക്കാൻ അയാൾ മുതിർന്നു. ശിമെയോൻ്റെ കീഴിലുണ്ടായിരുന്ന വിശ്വസ്തരായവരിൽ ഒരുവൻ കൊലപാതകങ്ങൾ പോലും നടത്താൻ തക്കവിധം അത്രമാത്രം ഈ വിരോധം മുന്നോട്ടുപോയി. അപ്പോൾ വിവാദം ഗുരുതരമാണെന്നും മെനസ്തേവൂസിൻ്റെ പുത്രനും കോയിലെ സിറിയയുടെയും ഫെനീഷ്യയുടെയും ദേശാധിപതിയുമായ അപ്പൊളോണിയോസ് ശിമെയോൻ്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നെന്നും ഓനിയാസ് മനസ്സിലാക്കി. അപ്പോൾ അവൻ രാജാവിനെ സമീപിച്ചു. എന്നാൽ അത് സ്വജനത്തിലെ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല, പ്രത്യുത പൊതുനന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു. രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുകാര്യങ്ങൾ സമാധാനപരമായ ഒത്തുതീർപ്പിലെത്തുകയില്ലെന്നും ശിമെയോൻ അവിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കി. ജാസൻ പ്രധാന പുരോഹിതൻ. സെലൂക്കസ് ജീവൻ വെടിഞ്ഞതിന് ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്തിയോക്കസ് രാജ്യം ഏറ്റെടുത്തപ്പോൾ ഓനിയാസിൻ്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം നേടിയെടുത്തു. അയാൾ രാജാവുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ അവന് 360 താലന്തും മറ്റൊരിനമായി 80 താലന്തും വെള്ളി വാഗ്ദാനം ചെയ്തു. ഇവ കൂടാതെ തൻ്റെ അധികാരത്തിൽ ഒരു വിദ്യാഭ്യാസ കായിക കളരിയും യുവജന പരിശീലന കേന്ദ്രവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലേംകാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ മറ്റൊരു 150 താലന്ത് കൂടി വക കൊള്ളിക്കാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. രാജാവിൻ്റെ അനുമതി നേടി ജാസൻ പുരോഹിതാധികാരം ഏറ്റെടുത്ത ഉടനെ സ്വജനത്തെ ഗ്രീക്ക് സമ്പ്രദായത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ തുടങ്ങി. റോമക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാൻ ദൂതനായിപ്പോയ യുപ്പോളേമോസിൻ്റെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത നിലവിലുള്ള രാജകീയ ആനുകൂല്യങ്ങൾ അവൻ നിരാകരിച്ചു. അവൻ നിയമാനുസൃതമായ ജീവിത രീതികൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയും നിയമവിരുദ്ധമായ ആചാരങ്ങൾ പുതുതായി ഏർപ്പെടുത്തുകയും ചെയ്തു. അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു വിദ്യാഭ്യാസ കായിക കളരി സ്ഥാപിക്കുകയും യുവാക്കന്മാരിൽ കുലീനരെ ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അധർമ്മിയും യഥാർത്ഥ പ്രധാന പുരോഹിതൻ അല്ലാതിരുന്നവനുമായ ജാസന്റെ അതിരുകടന്ന നിന്ദ്യമായ ദുഷ്ടത നിമിത്തം യവനവൽക്കരണവും വിദേശീയ സമ്പ്രദായവും സ്വീകരിക്കാനുള്ള താൽപ്പര്യം വളരെ വലുതായിരുന്നു. അങ്ങനെ പുരോഹിതന്മാർ ബലിപീഠ ശുശ്രൂഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരായി. മറിച്ച് വിശുദ്ധ മന്ദിരത്തെ അനാദരിക്കുകയും ബലിയർപ്പണങ്ങളിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് അവർ നിയമത്തിനെതിരായ നടപടികളുള്ള കായിക സ്കൂളുകളിൽ പങ്കെടുക്കാൻ ചക്രത്തളികയേറിനുള്ള ക്ഷണം ലഭിച്ചപ്പോൾ തിടുക്കത്തിൽ പോയി. പിതാക്കന്മാർ വിലമതിച്ചവ അവർ അവഗണിക്കുകയും ഗ്രീക്കുകാർ ആദരിച്ചവ അവർ വളരെയേറെ വിലമതിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ വലിയ കഷ്ടപ്പാട് അവരെ വലയം ചെയ്തു. അവർ ആരുടെ ജീവിത രീതികൾ മാനിക്കുകയും ആരെ പൂർണ്ണമായി അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്തോ അക്കൂട്ടർ അവർക്ക് ശത്രുക്കളും ദണ്ഡകരുമായി തീർന്നു. എന്തെന്നാൽ ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാര കാര്യമല്ല. ഈ വസ്തുത വരും കാലം തെളിയിക്കും. ടയറിൽ ചതുർവാർഷിക മത്സരം നടക്കുകയും രാജാവ് സന്നിഹിതനായിരിക്കുകയും ചെയ്തപ്പോൾ നീചനായ ജാസൻ അന്ത്യോക്യ പൗരന്മാരായവരെ ജെറുസലേമിൽ നിന്ന് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ 300 ദരാക്മ വെള്ളി വഹിച്ചുകൊണ്ടുള്ള ദൂതന്മാരായി അങ്ങോട്ടയച്ചു. പണം കൊണ്ടുപോയവർ അത് ഹെർക്കുലീസിന് ബലിയർപ്പിക്കുന്നത് അനുചിതമായിരുന്നതിനാൽ അക്കാര്യത്തിന് ഉപയോഗിക്കരുതെന്ന് കരുതി മറ്റൊരു ചെലവിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ ഹെർക്കുലീസിന് ബലിയർപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു കൊടുത്തയാൾ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും
അത് കൊണ്ടുപോയവർ പടക്കപ്പൽ നിർമ്മാണത്തിനാണ് ഉപയോഗിച്ചത്. ഫിലാമെത്തോറിൻ്റെ രാജകിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മെനസ്തേവൂസിൻ്റെ പുത്രൻ അപ്പൊളോണിയോസ് ഈജിപ്തിലേക്ക് അയക്കപ്പെട്ടപ്പോൾ ഫിലോമെത്തോറിന് തൻ്റെ ഭരണ നടപടികളോട് വിയോജിപ്പുണ്ടെന്ന് അന്തിയോക്കസ് മനസ്സിലാക്കി. അവൻ തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ശ്രദ്ധാലുവായി തീർന്നു. ആകയാൽ ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജെറുസലേമിലേക്ക് തിരിച്ചു. ജാസനും നഗരവാസികളും അവനെ ആഡംബരപൂർവ്വം സ്വാഗതം ചെയ്തു. പന്തങ്ങളും ആർപ്പുവിളികളുമായി അവർ അവനെ സ്വീകരിച്ചു. അനന്തരം അവൻ ഫെനീഷ്യയിലേക്ക് സൈനിക മുന്നേറ്റം നടത്തി. മെനലാവൂസ് പ്രധാന പുരോഹിതൻ. 3 വർഷക്കാലം കഴിഞ്ഞ് ജാസൻ മുമ്പ് പറഞ്ഞ ശിമിയോൻ്റെ സഹോദരൻ മെനലാവൂസിനെ രാജാവിൻ്റെ അടുത്ത് പണമെത്തിക്കാനും ആവശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള രേഖകൾ പൂർത്തിയാക്കാനുമായി അയച്ചു. രാജാവിൻ്റെ സന്നിധിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവൻ അയാളെ അധികാരഭാവത്തോടെ പുകഴ്ത്തുകയും ജാസനേക്കാൾ 300 താലന്ത് വെള്ളി കൂട്ടിപ്പറഞ്ഞ് പ്രധാന പുരോഹിത സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. രാജകൽപ്പനകൾ നേടി മടങ്ങിയെത്തിയ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിനു വേണ്ട യോഗ്യതയൊന്നുമല്ല. ക്രുദ്ധനായ സ്വേച്ഛാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിൻ്റെ ക്രൂരതയും മാത്രമാണുണ്ടായിരുന്നത്. അങ്ങനെ സ്വസഹോദരനെ ചതിച്ച ജാസൻ മറ്റൊരുവനാൽ ചതിക്കപ്പെട്ടു. അമ്മോൻ നാട്ടിലേക്ക് അഭയാർത്ഥിയായി പോകാൻ അവൻ നിർബന്ധിതനായി. സ്ഥാനം ഏറ്റെടുത്തിരുന്നെങ്കിലും രാജാവിന് വാഗ്ദാനം ചെയ്തിരുന്ന തുക മെനലാവൂസ് കൃത്യമായി കൊടുത്തില്ല. കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലപ്പെട്ടവനുമായ സൊസ്ത്രാത്തൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇക്കാര്യത്തെ പ്രതി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി. മെനലാവൂസ് പ്രധാന പുരോഹിത ചുമതല സ്വസഹോദരൻ ലിസിമാക്കൂസിനെയും സൊസ്ത്രാത്തൂസ് തൻ്റെ ചുമതല സൈപ്രസിൻ്റെ സേനാധിപനായ ക്രാത്യസിനെയും ഏൽപ്പിച്ചു. ഓനിയാസ് വധിക്കപ്പെടുന്നു. ഇക്കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കെ രാജാവിൻ്റെ ഉപനാരിയായ അന്തിയോക്കിതിക്ക് തങ്ങളുടെ പട്ടണങ്ങൾ സമ്മാനമായി നൽകപ്പെട്ടതിനാൽ താർസൂസുകാരും മള്ളൂസുകാരും ഒന്നിച്ചുകൂടി പ്രതിഷേധിച്ചു. അതിനാൽ രാജാവ് ഉന്നതസ്ഥാനീയനായ അന്ത്രോനിക്കൂസിനെ തൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ട് കാര്യങ്ങൾ ശാന്തമാക്കാൻ അതിവേഗം പുറപ്പെട്ടു. നല്ല അവസരമെന്ന് കണ്ട് മെനലാവൂസ് ദേവാലയത്തിലെ സ്വർണ്ണപാത്രങ്ങളിൽ ചിലത് മോഷ്ടിച്ച് അന്ത്രോനിക്കൂസിന് ദാനമായി നൽകി. മറ്റു ചിലതാവട്ടെ അവൻ ടൈറിനും സമീപ നഗരങ്ങൾക്കും വിറ്റ് കഴിഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ ഓനിയാസ് അന്ത്യോക്യയ്ക്ക് സമീപമുള്ള ദാഫ്നയിലെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറി. അതിനെ ശക്തമായി അപലപിച്ചു. ആകയാൽ മെനലാവൂസ് അന്ത്രോനിക്കൂസിനെ രഹസ്യത്തിൽ സമീപിച്ച് ഓനിയാസിനെ വധിക്കാൻ ഉപദേശിച്ചു. അയാൾ ഓനിയാസിനെ സമീപിച്ച് വഞ്ചനാപൂർവം ശപഥങ്ങളോടെ അഭിവാദ്യം ചെയ്ത് വലത്തുകരം നൽകി സ്വാധീനിക്കുകയും അവൻ സംശയാലുവായിരുന്നെങ്കിലും സുരക്ഷിത സ്ഥലത്തുനിന്ന് പുറത്തു വരാൻ തക്കവിധം അയാൾ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. നീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാതെ അയാൾ ഉടൻ തന്നെ അവനെ ഇല്ലാതാക്കി. അക്കാരണത്താൽ ആ മനുഷ്യൻ്റെ അന്യായമായ വധത്തെ പ്രതി യഹൂദർ മാത്രമല്ല മറ്റ് ജനതകളിലെ വളരെ പേരും അമർഷം കൊള്ളുകയും വേദനിക്കുകയും ചെയ്തു. രാജാവ് കിലീക്കിയ പ്രവിശ്യയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യഹൂദരും നീചപ്രവൃത്തിയെക്കുറിച്ച് അമർഷം കൊണ്ട ഗ്രീക്കുകാരും ഓനിയാസിനെ വധിച്ച കാര്യത്തെപ്പറ്റി അവനോട് പരാതിപ്പെട്ടു. മൃതനായവൻ്റെ ആത്മനിയന്ത്രണത്തെയും വളരെ നല്ല സ്വഭാവത്തെയും പ്രതി അന്തിയോക്കസ് മനോവ്യഥയും സഹതാപവും പൂണ്ട് കരഞ്ഞു. പെട്ടെന്ന് കോപത്താൽ ജ്വലിച്ച അവൻ അന്ത്രോനിക്കൂസിൻ്റെ പട്ടുവസ്ത്രം ഉരിഞ്ഞെടുക്കുകയും കുപ്പായങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. ആ രക്തദാഹിയെ പട്ടണത്തിലുടനീളം കൊണ്ടു നടന്ന് ഓനിയാസിനോട് അക്രമം പ്രവർത്തിച്ച ആ സ്ഥലത്ത് വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ കർത്താവ് അവൻ അർഹിച്ച ശിക്ഷ നൽകി. ലിസിമാക്കൂസ് വധിക്കപ്പെടുന്നു. ലിസിമാക്കൂസ് മെനലാവൂസിൻ്റെ മൗനാനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പല കാര്യങ്ങളും ചെയ്തിരുന്നു. വിവരം പരസ്യമായപ്പോൾ ജനക്കൂട്ടം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു. കാരണം സ്വർണ്ണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടിരുന്നു. പ്രക്ഷുബ്ധവും അരിശംപൂണ്ടതുമായ ജനക്കൂട്ടത്തെ കണ്ട് ലിസിമാക്കൂസ് 3000 ആളുകളെ സായുധരാക്കി അന്യായമായ ആക്രമണം അഴിച്ചുവിട്ടു. പ്രായമേറിയവനും എന്നാൽ ഭോഷത്വത്തിലൊട്ടും കുറവില്ലാത്തവനുമായ ഔരാനൂസായിരുന്നു അവരുടെ നേതാവ്. ലിസിമാക്കൂസ് ആക്രമിക്കുന്നെന്ന് കണ്ടയുടനെ ചിലർ കല്ലുകളും മറ്റു ചിലർ തടിക്കഷണങ്ങളും എടുത്തും വേറെ ചിലർ അവിടെ കിടന്ന ചാരം വാരിയെടുത്തും ലിസിമാക്കൂസിൻ്റെ കൂടെയുണ്ടായിരുന്നവരുടെ നേർക്ക് വിഭ്രാന്തിയോടെ വലിച്ചെറിഞ്ഞു. അപ്രകാരം അക്കൂട്ടരിൽ ധാരാളം പേരെ അവർ മുറിവേൽപ്പിച്ചു. ചിലരെ കൊന്നു. എല്ലാവരെയും പലായനം ചെയ്യിച്ചു. ദേവാലയ ചോരനെ തന്നെ ഭണ്ഡാരത്തിന് സമീപം വെച്ച് അവർ വധിച്ചു. ഈ കാര്യങ്ങളെ പ്രതി മെനലാവൂസിനെതിരെ കുറ്റാരോപണമുയർന്നു. രാജാവ് ടയറിലെത്തിയപ്പോൾ കാര്യാലോചനാ സമിതി നിയോഗിച്ച 3 പേർ പ്രശ്നം അവൻ്റെ മുമ്പിൽ ഉണർത്തിച്ചു. തിരസ്കൃതനായെന്ന് ഗ്രഹിച്ച മെനലാവൂസ് രാജാവിനെ സ്വാധീനിക്കാൻ
ദോറിമെനേസിൻ്റെ പുത്രൻ ടോളമിക്ക് ഭീമമായ സമ്പത്ത് വാഗ്ദാനം ചെയ്തു. ടോളമി കാറ്റുകൊള്ളാനെന്ന ഭാവേന രാജാവിനെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ചുകൊണ്ട് മനസ്സ് മാറ്റാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ അവൻ സർവ്വദുഷ്ടതയ്ക്കും കാരണമായ മെനലാവൂസിനെ ആരോപണങ്ങളിൽ നിന്ന് വിമുക്തനാക്കി. എന്നാൽ ഷീഥിയക്കാരുടെ മുമ്പാകെ വാദിച്ചിരുന്നെങ്കിൽ പോലും കുറ്റവിമുക്തനാക്കപ്പെടുമായിരുന്ന ഏതാനും നിർഭാഗ്യവാന്മാരെ അവൻ മരണത്തിന് വിധിച്ചു. അങ്ങനെ നഗരത്തിനും ഗ്രാമങ്ങൾക്കും ദേവാലയ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ പെട്ടെന്ന് അന്യായമായ ശിക്ഷയനുഭവിച്ചു. ഇക്കാരണത്താൽ ഈ പാതകങ്ങളെ വെറുത്ത ടൈർ നിവാസികൾ പോലും അവരുടെ ശവസംസ്കാരത്തിന് വേണ്ടവ സമൃദ്ധമായി നൽകി. എന്നാൽ അധികാരം കയ്യാളിയിരുന്നവരുടെ അത്യാഗ്രഹം നിമിത്തം പദവിയിൽ തുടർന്നുകൊണ്ട് മെനലാവൂസ് തൻ്റെ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായ വലിയ ഗൂഢാലോചനക്കാരനായി മാറി. പ്രഭാഷകൻ അധ്യായം 47. ദാവീദ്. അവനുശേഷം ദാവീദിൻ്റെ നാളുകളിൽ നാഥാൻ പ്രവചിക്കാനായി ഉയർന്നു വന്നു. സമാധാന ബലിയിൽ നിന്ന് കൊഴുപ്പ് വേർതിരിക്കപ്പെടുന്നതുപോലെ ദാവീദ് ഇസ്രായേൽ മക്കളിൽ നിന്നും വേർതിരിക്കപ്പെട്ടു. അവൻ കോലാട്ടിൻ കുട്ടികൾക്കിടയിലെന്ന പോലെ സിംഹങ്ങളുടെ ഇടയിലും അജഗണത്തിലെ കുഞ്ഞാടുകൾക്കിടയിലെന്ന പോലെ കരടികൾക്കിടയിലും കളിയാടി. തൻ്റെ യൗവനത്തിൽ അവൻ കവിണയിലെ കല്ലുകൊണ്ട് കരമുയർത്തി ഗോലിയാത്തിൻ്റെ അഹങ്കാരം അമർച്ച ചെയ്ത് മല്ലനെ കൊല്ലുകയും ജനത്തിൽ നിന്ന് അപമാനം നീക്കുകയും ചെയ്തില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശക്തനായൊരു മനുഷ്യനെ യുദ്ധത്തിൽ ഇല്ലാതാക്കുന്നതിന് അവിടുന്ന് അവൻ്റെ വലത്തുകരത്തിന് ശക്തി പകർന്നു. അങ്ങനെ അവർ 10,000-ങ്ങൾക്കിടയിൽ അവനെ പ്രകീർത്തിച്ചു. മഹത്വത്തിൻ്റെ കിരീടം അവന് നൽകപ്പെടുക വഴി അവർ അവനെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി സ്തുതിച്ചു. എന്തെന്നാൽ ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ ചവിട്ടിമതിച്ചു. അവരുടെ കൊമ്പ് ഇന്നുവരെയും അവൻ തകർത്തെറിഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ ഓരോ പ്രവൃത്തിയിലും അത്യുന്നതനായ പരിശുദ്ധന് മഹത്വത്തിൻ്റെ പദത്താൽ കൃതജ്ഞതയർപ്പിച്ചു. അവൻ തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതി പാടുകയും തന്നെ സൃഷ്ടിച്ചവനെ സ്നേഹിക്കുകയും ചെയ്തു. ശ്രുതികളെ അവരുടെ ശബ്ദത്താൽ മധുരമാക്കുവാൻ ബലിപീഠത്തിന് മുമ്പാകെ അവൻ സങ്കീർത്തഗായകരെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവർ അവിടുത്തെ വിശുദ്ധനാമത്തെ സ്തുതിക്കുന്ന കാലങ്ങൾ അവയുടെ പൂർണ്ണതയിൽ ക്രമീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഉദയം മുതൽ വിശുദ്ധസ്ഥലം മുഖരിതമായി. കർത്താവ് അവൻ്റെ പാപങ്ങൾ നീക്കിക്കളഞ്ഞു. അവിടുന്ന് എന്നേക്കുമായി അവൻ്റെ കൊമ്പുയർത്തി. അവിടുന്ന് അവന് രാജാക്കന്മാരുടെ ഉടമ്പടിയും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും നൽകി. സോളമൻ. അയാൾക്ക് ശേഷം ബുദ്ധിമാനായ ഒരു പുത്രൻ ഉയർന്നു വന്നു. അയാൾ നിമിത്തം അവൻ വിസ്തൃത ദേശത്ത് വസിച്ചു. സമാധാനത്തിൻ്റെ ദിനങ്ങളിൽ സോളമൻ ഭരിച്ചു. തൻ്റെ നാമത്തിൽ അവൻ ഒരാലയം സ്ഥാപിക്കാനായി എന്നേക്കുമായി ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കാനായി ദൈവം ചുറ്റുപാടും നിന്ന് അവന് വിശ്രമം നൽകി. നിന്റെ യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയാക്കപ്പെട്ടു. വിവേകത്തിൻ്റെ ഒരു നദി പോലെ നീ പൂരിതനായി. നിന്റെ വിജ്ഞാനത്തിൻ്റെ ചൈതന്യം ഭൂമിയെ പൊതിഞ്ഞു. അതിനെ നീ പ്രഹേളികാരൂപകങ്ങളാൽ നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലേക്കെത്തി. നിന്റെ സമാധാനാത്മകതയാൽ നീ പ്രിയങ്കരനായി. കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ഉപമകൾ എന്നിവയാലും വ്യാഖ്യാനങ്ങളാലും രാജ്യങ്ങൾ നിന്നെ പ്രതി വിസ്മയാധീനരായി. ഇസ്രായേലിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്ന കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ തകരം പോലെ നീ സ്വർണം ശേഖരിക്കുകയും ഈയം പോലെ നീ വെള്ളി വർദ്ധിക്കാനിടയാക്കുകയും ചെയ്തു. എന്നാൽ നീ നിന്റെ അരക്കെട്ട് സ്ത്രീകളിലേക്ക് ചായ്ച്ചു. നിന്റെ ശരീരത്താൽ നീ കീഴ്പ്പെടുത്തപ്പെട്ടു. നിന്റെ ബഹുമതിക്ക് നീ കളങ്കം ചാർത്തി. നിന്റെ മക്കളുടെ മേൽ ക്രോധം കൊണ്ടുവരത്തക്ക വിധവും നിന്റെ ഭോഷത്വത്താൽ അവർ സന്തപ്തരാകത്തക്ക വിധവും നിന്റെ സന്തതിയെ നീ മലിനമാക്കി. അങ്ങനെ ഏകശാസന ഭരണം വിഭജിതമായി എഫ്രായിമിൽ നിന്ന് കലഹപ്രിയമായ ഒരു രാജ്യം ആരംഭിച്ചു. കർത്താവ് ഒരിക്കലും തൻ്റെ കാരുണ്യം വെടിയുകയോ തൻ്റെ വചനങ്ങളിൽ നിന്ന് ഒന്നും നീക്കിക്കളയുകയോ ഇല്ല. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ പിന്തുടർച്ചക്കാരെ അവിടുന്ന് തുടച്ചുമാറ്റുകയോ തന്നെ സ്നേഹിച്ചവൻ്റെ സന്തതിയെ നശിപ്പിക്കുകയോ ഇല്ല. അവിടുന്ന് യാക്കോബിന് ഒരു ശിഷ്ടഭാഗവും ദാവീദിന് അവനിൽ നിന്ന് ഒരു വേരും നൽകി. റഹോബോവാം, ജെറോബോവാം. സോളമൻ തൻ്റെ പിതാക്കന്മാരോടൊത്ത് വിശ്രമിച്ചു. തൻ്റെ സന്തതിയിൽ നിന്ന് അവൻ തനിക്ക് പിന്നാലെ ജനത്തിലെ വിഡ്ഢിയും വിവേകത്തിൽ കുറവുള്ളവനുമായ റഹോബോവാമിനെ അവശേഷിപ്പിച്ചു. അവൻ തൻ്റെ പദ്ധതി വഴി ജനത്തെ അകറ്റുകയുണ്ടായി. നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാമാകട്ടെ അവൻ ഇസ്രായേലിനെ പാപം ചെയ്യാനിടയാക്കുകയും എഫ്രായിമിന് പാപമാർഗം നൽകുകയും ചെയ്തു. സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെടും വിധം അവരുടെ പാപങ്ങളേറെ വർദ്ധിതമായി. തങ്ങളുടെ മേൽ പ്രതികാരം വന്നു ഭവിക്കും വരെ സകലതരം തിന്മയും അവർ പരീക്ഷിച്ചു.
പ്രഭാഷകൻ അധ്യായം 48. ഏലിയ. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വചനം പന്തം പോലെ ജ്വലിക്കുന്നതായിരുന്നു. അവൻ അവരുടെ മേൽ ഒരു ക്ഷാമം വരുത്തി. അവൻ്റെ തീക്ഷ്ണതയാൽ അവൻ അവരെ എണ്ണത്തിൽ ചുരുക്കി. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശമടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കുകയും ചെയ്തു. ഏലിയ, നിന്റെ അത്ഭുത പ്രവൃത്തികളാൽ നീ എത്ര മഹത്വീകൃതനായി! അഭിമാനിക്കാൻ നിനക്ക് സമനായി ആരുണ്ട്? മരിച്ചവനെ മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും അത്യുന്നതൻ്റെ വചനത്താൽ ഉയർപ്പിച്ചവനാണ് നീ. രാജാക്കന്മാരെ നാശത്തിലേക്കും മഹത്വീകൃതരെ അവരുടെ കിടക്കയിൽ നിന്ന് താഴേക്കും കൊണ്ടുവന്നവനാണ് നീ. സീനായിൽ വെച്ച് ഭീഷണിയും ഹോറബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചവനാണ് നീ. പകരം വീട്ടലിന് രാജാക്കന്മാരെയും നിനക്ക് ശേഷം പിൻഗാമികളായ പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്തവനാണ് നീ. ആഗ്നേയാശ്വങ്ങളുടെ രഥത്തിൽ അഗ്നിച്ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ടവനാണ് നീ. പിതാവിൻ്റെ ഹൃദയം പുത്രനിലേക്ക് തിരിക്കാനും യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കാനും നിശ്ചിത സമയത്ത് ഉഗ്രകോപത്തിനു മുമ്പ് ക്രോധം ശമിപ്പിക്കാനുള്ളവനാണ് നീയെന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. നിന്നെ കണ്ടവരും സ്നേഹത്തിൽ നിദ്ര പ്രാപിച്ചവരും അനുഗ്രഹീതർ. അതിനാൽ ഞങ്ങളും തീർച്ചയായും ജീവിക്കും. ഏലീഷ. ഏലിയ ചുഴലിക്കാറ്റിനാൽ വലയം ചെയ്യപ്പെട്ടപ്പോൾ അവൻ്റെ ചൈതന്യത്താൽ ഏലീഷ പൂരിതനായി. തൻ്റെ ദിനങ്ങളിൽ അവൻ ഒരു ഭരണാധികാരിയാലും ഉലയ്ക്കപ്പെട്ടില്ല. ആരും അവനെ പീഡിപ്പിച്ചതുമില്ല. ഒരു കാര്യവും അവനുപരിയായിരുന്നില്ല. മരണത്തിലും അവൻ്റെ ശരീരം പ്രവചിച്ചു. തൻ്റെ ജീവിതകാലത്ത് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മരണത്തിലും അവൻ്റെ പ്രവൃത്തികൾ വിസ്മയനീയങ്ങളായിരുന്നു. സ്വദേശത്ത് നിന്ന് അവർ തടവുകാരായി പിടിക്കപ്പെടുകയും അവർ ദേശമെങ്ങും ചിതറിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ ഇവയൊന്നുകൊണ്ടും ജനം മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്മാറിയുമില്ല. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള ഒരധികാരിയും കുറച്ചുപേരായി ജനവും ശേഷിക്കപ്പെട്ടു. അവരിൽ ചിലർ പ്രീതികരമായത് ചെയ്തപ്പോൾ മറ്റു ചിലർ പാപങ്ങൾ വർദ്ധിപ്പിച്ചു. എസക്കിയ. യേശയ്യ. എസക്കിയ തൻ്റെ നഗരം കോട്ടകെട്ടി ഉറപ്പിക്കുകയും അതിൻ്റെ മധ്യത്തിലേക്ക് ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പ് കൊണ്ട് പാറ നിറഞ്ഞ ഇടം തുരന്നു വെള്ളത്തിനായി കുളങ്ങൾ കുഴിച്ചു. അവൻ്റെ നാളുകളിൽ സെന്നാക്കെരീബ് എതിരെ വന്ന് റബ്ശക്കയെ അയക്കുകയും ചെയ്തു. അവൻ പുറപ്പെട്ട് സീയോനെതിരെ തൻ്റെ കരമുയർത്തി. തൻ്റെ അഹങ്കാരം മൂലം അവൻ വീമ്പിളക്കി. അപ്പോൾ ഹൃദയങ്ങളും കരങ്ങളും ഉലയ്ക്കപ്പെട്ടു. പ്രസവിക്കുന്നവരെ പോലെ അവർ ഈറ്റുനോവ് അനുഭവിച്ചു. എന്നാൽ അവർ കർത്താവിന് നേരെ തങ്ങളുടെ കൈകൾ നീട്ടി കാരുണ്യവാനായ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് തൽക്ഷണം അവരെ ശ്രവിക്കുകയും യേശയ്യായുടെ കരം വഴി അവരെ മോചിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അസീറിയക്കാരുടെ പാളയത്തെ പ്രഹരിക്കുകയും അവിടുത്തെ ദൂതൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു. എന്തെന്നാൽ ഹെസക്കിയ കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു. അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗങ്ങളിൽ ഉറച്ചുനിന്നു. വലിയവനും തൻ്റെ ദർശനത്തിൽ വിശ്വസ്തനുമായിരുന്ന യേശയ്യാ പ്രവാചകൻ നിർദ്ദേശിച്ചവയായിരുന്നു അവ. അവൻ്റെ നാളുകളിൽ സൂര്യൻ പുറകോട്ട് ചരിച്ചു. അവൻ രാജാവിന് ആയുസ് വർദ്ധിപ്പിച്ചു. വൻ ചൈതന്യത്താൽ അവൻ അവസാന കാര്യങ്ങൾ ദർശിക്കുകയും സീയോനിൽ വിലപിച്ചവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. യുഗാന്തം വരെ സംഭവിക്കാനിരിക്കുന്നതും നിഗൂഢങ്ങളുമായ കാര്യങ്ങൾ അവ സംഭവിക്കുന്നതിനു മുമ്പായി അവൻ ചൂണ്ടിക്കാണിച്ചു. പ്രഭാഷകൻ അധ്യായം 49. ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ. പരിമളം കലർത്തുകാരൻ്റെ യത്നത്തിൽ തയ്യാറാക്കപ്പെട്ട സുഗന്ധക്കൂട്ടാണ് ജോസിയായുടെ സ്മരണ. ഓരോ വായിലും അത് തേൻ പോലെ മധുരിതമാകും. വീഞ്ഞ സൽക്കാരത്തിൽ അത് സംഗീതം പോലെയുമാണ്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു. ജനത്തെ നവീകരിക്കുന്നതിൽ അവൻ നേർവഴി നയിക്കപ്പെട്ടു. നിയമരാഹിത്യത്തിൻ്റെ മ്ലേച്ഛതകൾ അവൻ നീക്കിക്കളഞ്ഞു. അവൻ തൻ്റെ ഹൃദയം കർത്താവിലേക്ക് നയിച്ചു. നിയമരഹിതരുടെ നാളുകളിൽ അവൻ ഭക്തി നിലനിർത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും അപരാധത്തിൽ അധികരിച്ചു. എന്തെന്നാൽ അത്യുന്നതൻ്റെ നിയമം അവർ ഉപേക്ഷിച്ചു. യൂദായിലെ രാജാക്കന്മാർ അന്യം നിന്നുപോയി. കാരണം അവർ തങ്ങളുടെ അധികാരം മറ്റുള്ളവർക്കായി നൽകി. തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും. വിശുദ്ധ മന്ദിരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം അവർ അഗ്നിക്കിരയാക്കി. അതിൻ്റെ തെരുവുകൾ വിജനമാക്കി. ജെറമിയ പ്രവചിച്ചതുപോലെ തന്നെ. എന്തെന്നാൽ അവനോടവർ ദ്രോഹം ചെയ്തു. എന്നാൽ പിഴുതെടുക്കാനും മുറിപ്പെടുത്താനും നശിപ്പിക്കാനും അതുപോലെ തന്നെ പണിതുയർത്താനും നട്ടുവളർത്താനുമുള്ള പ്രവാചകനായി അവൻ ഗർഭത്തിൽ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. മഹത്വത്തിൻ്റെ ദർശനം കണ്ടത് എസക്കിയേലായിരുന്നു. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ വെച്ച് അവിടുന്ന് അതവന് കാണിച്ചു കൊടുത്തു. മാർഗങ്ങൾ നേരെയാക്കുന്നവർക്ക് നന്മ ചെയ്യുന്നതിനായി അവിടുന്ന് കൊടുങ്കാറ്റിനാൽ ശത്രുക്കളെ അനുസ്മരിച്ചു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ അവയുടെ ഇടത്തിൽ നിന്ന് ഉജ്ജീവിക്കട്ടെ.
എന്തെന്നാൽ അവർ യാക്കോബിനെ ആശ്വസിപ്പിക്കുകയും അവരെ പ്രത്യാശാനിർഭരമായ വിശ്വാസത്താൽ മോചിപ്പിക്കുകയും ചെയ്തു. സെറുബാബേലിൻ്റെ മഹത്വം നാം എങ്ങനെ വർണ്ണിക്കും? വലത്ത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. അതുപോലെയായിരുന്നു യഹോസദാക്കിൻ്റെ പുത്രനായ ജോഷുവയും. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു. കർത്താവിന് നിത്യമഹത്വത്തിനായി ഒരുക്കിയിട്ടുള്ള വിശുദ്ധ മന്ദിരവും അവർ പണിതുയർത്തി. വീണുപോയ കോട്ടമതിലുകൾ നമുക്ക് വേണ്ടി ഉയർത്തുകയും വാതിലുകളും ഓടാമ്പലുകളും സ്ഥാപിക്കുകയും നമ്മുടെ കെട്ടിടങ്ങൾ പുനരുദ്ധരിക്കുകയും ചെയ്ത നെഹെമ്യായുടെ സ്മരണയും ദൈർഘ്യമുള്ളതാണ്. ഹെനോക്കിനെ പോലെ ആരും തന്നെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു. സഹോദരരുടെ നേതാവും ജനത്തിൻ്റെ പിൻബലവുമായ ജോസഫിനെ പോലെ ഒരു മനുഷ്യനും ജനിപ്പിക്കപ്പെട്ടിട്ടില്ല. അവൻ്റെ അസ്ഥികൾ അവർ സൂക്ഷിച്ചു. ഷേമും സേത്തും മനുഷ്യർക്കിടയിൽ മഹത്വീകൃതരായി. സൃഷ്ടിയിൽ ജീവനുള്ള എല്ലാറ്റിനും ഉപരിയാണ് ആദം. സുഭാഷിതങ്ങൾ അധ്യായം 24, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. മകനെ, തേൻ ഭക്ഷിക്കുക, അത് തീർച്ചയായും നല്ലതാണ്. തേൻതുള്ളി നിന്റെ അണ്ണാക്കിൽ രുചികരമാണ്. അങ്ങനെ നിന്റെ ആത്മാവിനായി ജ്ഞാനത്തെ അറിയുക. അത് കണ്ടെത്താനായാൽ നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷ ഭംഗപ്പെടുകയുമില്ല. ദുഷ്ട, നീതിമാന്റെ പാർപ്പിടത്തിനായി നീ പതിയിരിക്കരുത്. അവൻ്റെ കിടപ്പിടം നശിപ്പിക്കുകയുമരുത്. എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണാലും എഴുന്നേൽക്കും. ദുഷ്ടരാകട്ടെ തിന്മയിൽ കാലിടറി വീഴുന്നു. നല്ല ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 301 ഈ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ അവിടുന്ന് നയിച്ച വഴികളും അവിടുത്തെ പരിപാലനയുടെ കരവും എത്രയോ വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ദിവസം വായിച്ച വചനങ്ങൾക്കായി അങ്ങേക്ക് നന്ദി. ഞങ്ങൾക്ക് അങ്ങ് തന്ന വെളിപാടുകൾക്കും ബോധ്യങ്ങൾക്കുമായും അങ്ങേക്ക് ആരാധന. ഈ വചനവായനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ നിറവിനാൽ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, 301 ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചനവായനയിലൂടെ വെളിപ്പെടുന്ന ചില ജ്ഞാന വെളിച്ചങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മക്കബായരുടെ 2-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പ്രധാന പുരോഹിത സ്ഥാനം മോഹിക്കുന്ന ജാസനും അതുപോലെയുള്ള മറ്റുള്ളവരും വിജാതിയർക്ക് കൈക്കൂലി കൊടുത്ത് ആ സ്ഥാനം വിലയ്ക്ക് വാങ്ങുന്നതാണ്. ഇങ്ങനെ അധികാരം ദൈവം നൽകാതെ ഉപജാപങ്ങളിലൂടെ ഗൂഢാലോചനയിലൂടെ കൈക്കലാക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒടുവിൽ സംഭവിക്കുന്നത് പരിതാപകരമായ ഒരു അന്ത്യമാണെന്നും മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുകയുണ്ടായി. നേതാവ് കറപ്റ്റാവുമ്പോൾ, വഴിപിഴച്ച ആളും അഴിമതിക്കാരനുമായി മാറുമ്പോൾ ജനത്തിന് സംഭവിക്കുന്ന ദുർഗതിയുടെ ഒരു ചരിത്രമാണ് ഇത്. നമുക്ക് ദൂരെ മാറി നിന്ന് ഇങ്ങനെ അധികാരത്തിന് വേണ്ടി മല്ലടിക്കുന്നവരെ ദുഷിക്കാനും കുറ്റപ്പെടുത്താനും സാധ്യതയുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മറ്റുള്ളവരെ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത്? വിശുദ്ധ അൽഫോൻസാമ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അംഗീകരിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള ദുഷിച്ച ആഗ്രഹത്തിൽ നിന്ന് എന്നെ വിമുക്തനാക്കണമേ. നമ്മൾ നമ്മുടെ ചെറിയ ജീവിത പരിസരങ്ങൾക്കകത്ത്, അതൊരു രാജസ്ഥാനത്തിന് വേണ്ടിയോ പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ടിയോ ഉള്ള ഒരു കലഹം എന്നതിനപ്പുറത്ത് നമ്മുടെ ഒരു ചെറിയ ജീവിത പരിസരത്തിനകത്ത് എത്രമാത്രം നമുക്ക് അർഹമായ അല്ലെങ്കിൽ അർഹമാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, അവകാശം നഷ്ടപ്പെടുമ്പോൾ, ഒരു പൊസിഷൻ ഇല്ലാതാവുമ്പോൾ നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. ബന്ധങ്ങളിൽ പോലും നമ്മുടെ അധികാരികൾ, പ്രിയപ്പെട്ടവർ നമ്മളെ വിലമതിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എത്രമാത്രം ഒരു ആന്തരിക ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്? അംഗീകരിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള ഒരു ദുഷിച്ച ആഗ്രഹം ഈ വീണുപോയ മനുഷ്യപ്രകൃതിയിൽ ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് നന്നായി വരാനും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറെ കൂടി വിലമതിക്കാനും, അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ നമ്മൾ കുറെ കൂടി പ്രധാനപ്പെട്ടവരായി കാണപ്പെടാനും, ഒരു സമൂഹത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ നമ്മളതിൽ മുഖ്യസ്ഥാനത്തേക്ക് വരാനും ഒക്കെ ഒരു ദുഷിച്ച ആഗ്രഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. ഈ ആഗ്രഹമാണ് രാഷ്ട്രീയക്കാർ കസേരയ്ക്ക് വേണ്ടി ഉപജാപങ്ങൾ നടത്തുന്നതിനേക്കാളും, രാജാക്കന്മാർ അധികാരത്തിന് വേണ്ടി ഉപജാപങ്ങൾ നടത്തുന്നതിനേക്കാളും വലിയ ഒരു ഉപജാപം എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഈ വിലമതിക്കപ്പെടാനുള്ള ഒരു ദുഷിച്ച ആഗ്രഹമായി കിടപ്പുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ഒരാളുടെ ആത്മീയത കുറെ കൂടി തെളിച്ചമുള്ളതായി മാറുന്നത്. ദാവീദ്
പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കണ്ടു. ഈ കാര്യത്തിനൊരു അപവാദമായിരുന്നു. അദ്ദേഹം ദൈവം കാത്തുവച്ച ആ നന്മ എത്തിച്ചേരുന്നതുവരെ ക്ഷമയോടെ കാത്തിരുന്നു. സൗളിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ നിന്ദ്യമായ ചില ഉപജാപങ്ങളിലൂടെ തൻ്റെ കൂടെയുള്ളവരെ നയിച്ചിട്ടോ ഒക്കെ അയാൾക്ക് ഒരുപക്ഷെ കുറെ കൂടി നേരത്തെ ഇസ്രായേലിൻ്റെ പരമപദത്തിലേക്ക് നടന്നു കയറാമായിരുന്നു. എന്നാൽ ദൈവം കാത്തുവെച്ചൊരു കാലത്തിനു വേണ്ടി അയാൾ ക്ഷമയോടെ കാത്തിരുന്നു എന്നതാണ് ദാവീദിനെ വ്യത്യസ്തനാക്കി മാറ്റിയ കാര്യങ്ങളിൽ ഒന്ന്. നല്ല അനുഗ്രഹമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹത്വത്തോടെ ജീവിക്കാൻ നമുക്കിന്ന് 24 മണിക്കൂർ ദൈവം തരികയാണ്. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ നമുക്ക് സ്നേഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഈശോയെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.